ഈ പ്രീ സീസണിൽ ഗെയിം ലിസ്റ്റിൽ ഏത് ടീമിന്റെ കൂടെ തോറ്റാലും ഈ ഒരു ടീമിന്റെ കൂടെ മാത്രം തോൽക്കരുത് എന്ന് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ആഗ്രഹിച്ചു. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ AC മിലാൻ കോച്ച്ഡ് ബൈ റൂബൻ ആമറിം. റൂബൻ ആമറിമിനോടുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, പക്ഷെ അത് ഒരു എന്താ പറയുക, നമ്മൾ ഫാൻസിന് ഒരു ചെറിയൊരു വൈകാരികത ഉണ്ടായിരുന്നു. നമ്മൾ റൂബൻ ആമറിമിന്റെ മുമ്പിൽ തോൽക്കരുത് എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷെ എക്സാക്ട്ലി ആ സെയിം ടീമിന്റെ കൂടെ തോറ്റു, അതും 4-2 എന്ന സ്കോറിന്. 2 പ്രാവശ്യം ലീഡ് എടുത്തു, മുന്നോട്ട് നിന്നു. പക്ഷെ അതിനുശേഷം കാണുന്ന പറഞ്ഞാൽ ലൈക്ക് സില്ലി മിസ്റ്റേക്സിലോടുകൂടി ആ ഒരു 4-2 എന്ന സ്കോറിന് നമ്മൾ തോറ്റു. ഈ ഒരു ഗെയിമിൽ തോൽവി എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ പെർഫോമൻസ് തന്നെയാണ്. നമ്മൾ ഇത്രയും ഗെയിംസ് പ്രീ സീസണിൽ കളിച്ചു. അപ്പം ഓരോ ഗെയിംസ് കഴിയുമ്പോൾ നമ്മുടെ ടീം കുറച്ചുകൂടെ സ്ട്രോങ് ആയി വരണം, ആ പ്രോപ്പർ സ്ട്രെങ്ത്തിലേക്ക് വരണം. സീസൺ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ടീം ഒന്ന് സെറ്റായി വരണം. അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. പക്ഷേ കണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ, കണ്ട പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഈ പ്രീ സീസണിൽ ഏറ്റവും മോശപ്പെട്ട ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഗെയിമിൽ കാഴ്ചവെച്ചത്. അപ്പോൾ അതോടുകൂടിയാണ് ഫാൻസ് എല്ലാവരും ഒരു ആശങ്കയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. കാരണം പെർഫോമൻസ് വെരി വെരി ഡിസപ്പോയിന്റിങ് പെർഫോമൻസ്. ഈ ഒരു പെർഫോമൻസോട് കൂടിയിട്ടാണ് നമ്മൾ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്താ പറയുക, നമ്മൾ നാണം കെടും. അത് തന്നെ എനിക്ക് പറയാനായിട്ടുള്ളൂ. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നാണം കെടും. 2 സീസണിന് ശേഷമാണ് നമ്മളൊരു ചാമ്പ്യൻസ് ലീഗിലേക്കൊക്കെ അവസരം കിട്ടുന്നത്, എൻട്രി കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രതീക്ഷയാണ്. ചാമ്പ്യൻസ് ലീഗിലേക്ക് നമ്മൾ അങ്ങനെ ഒരു സെമി ഫൈനലോ ഫൈനലോ അങ്ങനത്തെ ഉള്ള ലെവലിലേക്കൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജസ് കടക്കുക, പിന്നെ നോക്കൗട്ട്സിലൊക്കെ ഒരു ഒരു 2 ലെവൽസ് മുന്നിലേക്ക് പോവുക, അതൊക്കെയുള്ള നമ്മുടെ പ്രതീക്ഷ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജസ് കടക്കുക എന്നത് തന്നെ നമുക്ക് പാടാണ്. കാരണം വി ഡു നോട്ട് ഹാവ് എ ടീം. ബെഞ്ച് സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മോശം തന്നെയാണ്. ആൻഡ് നമ്മുടെ സൈനിങ്സ്, ഈ 2 സൈനിങ്സ് നമ്മൾ മെയിനായിട്ട് ചെയ്തപ്പോൾ സാന്റോസും പിന്നെ അതിനുശേഷം യൂറി ടിലമെൻസ്, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഓക്കെ വി നീഡ് മോർ സൈനിങ്സ്. കാരണം ഈ 2 സൈനിങ്സ് കൊള്ളാം, പക്ഷെ എന്നിരുന്നാലും നമുക്ക് സ്ട്രെങ്ത് വേണം. നമ്മളൊരു മേജർ ടൂർണമെന്റ്സിലേക്കൊക്കെ പോവുകയാണ്, ലൈക്ക് ചാമ്പ്യൻസ് ലീഗ് പോലത്തേക്ക്. അപ്പോൾ വി നീഡ് എ പ്രോപ്പർ ടീം. നമ്മൾ എന്താ പറയുക, ടോട്ടൻഹാമിനെ കാണുമ്പോൾ അവർ ടീം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് ദേ നോ ദാറ്റ് ഇതിന് മുമ്പുള്ള 2 സീസണിലും അവർ 16-17 എൻഡ് ചെയ്തത്. അപ്പം അവിടെ നിന്നൊക്കെ ഒരു മുക്തി വേണം എന്നുള്ള രീതിയിലാണ് ടോട്ടൻഹാം എല്ലാ ടീം, ഒരുവിധപ്പെട്ടുള്ള ടീംസ് എല്ലാവരും നല്ല രീതിയിലാണ് അവർ സ്ക്വാഡ് സ്ട്രെങ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ പമ്മി നിൽക്കുവാണ്. വി ഹാവ് ലോസ്റ്റ് ഓൺ എന്താ പറയുക, നല്ല ക്വാളിറ്റി പ്ലെയേഴ്സ് എല്ലാവരും പോയി. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള കിട്ടുന്നതിൽ മെച്ചമുള്ള ആരെങ്കിലും ഒക്കെ തൂക്കിയെടുക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയാണ്. സോ അതും ഇത്രയും ഈ 2 സൈനിങ്സ് നടത്തിയതിനു ശേഷം ഇത്രയും നാളായിട്ട് വീണ്ടും ഒരു സൈനിങ് പോലും വരുന്നില്ല. എന്തിനാണ് ഈ ലാസ്റ്റ് കൊണ്ട് ഈ ട്രാൻസ്ഫേഴ്സ് കൊണ്ടുവച്ചിരിക്കുന്നത്? ആൻഡ് വി ആർ നോട്ട് ഷുവർ ഇത് കഴിഞ്ഞിട്ട് ഇനിയോസ് ഇനി ട്രാൻസ്ഫേഴ്സ് കൊണ്ടുവരുമോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഇനിയിപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നമ്മുടെ ടീമിലേക്ക് ഒരേ ഒരു സൈനിങ് മാത്രം കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഏത് സൈനിങ് കൊണ്ടുവരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ഡെഫിനറ്റ്ലി സേ ലെഫ്റ്റ് ബാക്ക്. ലൂക്ക് ഷോ എന്നുള്ള ആ പ്ലെയറിന് ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു വിടേണ്ടതായിരുന്നു. നമ്മൾ സെല്ല് ചെയ്തോ അല്ലെങ്കിൽ തൂക്കി വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്ത് കളയേണ്ട ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷേ നമ്മൾ വീണ്ടും കോൺട്രാക്ട് കൊടുത്ത് തീറ്റിപ്പോറ്റിയിട്ട് ചണ്ണയാക്കി വെച്ചിട്ടുണ്ട്. ലൈക്ക് ഒരു തടിയൻ, ചണ്ണത്തടിയനാക്കുക എന്നുള്ള ലെവലിലാണ് ലൂക്ക് ഷോ നിൽക്കുന്നത്. ഹി കാൺ റൺ, ഓടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ടീമിലെ ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക് തന്നെയാണ് ലൂക്ക് ഷോ. ഇന്നലത്തെ കളി കണ്ടതെന്ന് വെച്ചാൽ ആ ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ അവർ ആക്രമിച്ചതും ആൻഡ് ഗോളുകൾ നേടിയതും. അപ്പോൾ ലൂക്ക് ഷോ ഒന്നും ആ ചിത്രത്തിലില്ല. ഞാൻ നോക്കിയപ്പം ലൈക്ക് ആ സിറ്റുവേഷൻസിലൊക്കെ ഡിഫെൻഡ് ചെയ്യേണ്ട ലൂക്ക് ഷോ എവിടെയെന്ന് നോക്കുമ്പോൾ ലൂക്ക് ഷോ അങ്ങ് പുറകെ കിടക്കുക. ഏതാ ഓടി വരുന്നേ ഉള്ളൂ, അവിടെയൊന്നും ഇല്ല, ആള് ഇല്ല. അപ്പോൾ ലൈക്ക് ഹീസ് നോട്ട് പ്രിപ്പയർഡ്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ട്രാൻസ്ഫറിലേക്ക് അല്ലെങ്കിൽ സീസണിലേക്ക് പോകാനായിട്ട് നമുക്ക് ലൂക്ക് ഷോ എന്നുള്ളൊരു പ്ലെയർ ആണെങ്കിൽ എനിക്കറിയാം എല്ലാ ടീമുകളും എന്താ പറയുക ആ ഒരു ഫ്ലാങ്കിലൂടെ അല്ലെങ്കിൽ ആ ഒരു സൈഡിലൂടെ തന്നെയായിരിക്കും ആക്രമണം അഴിച്ചുവിടാനായിട്ട് പോകുന്നത്. ബിക്കോസ് ദേ നോ ലൂക്ക് ഷോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആൻഡ് അത് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വീക്കസ്റ്റ് ലിങ്ക്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ലൂക്ക് ഷോനെ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു പ്ലെയർ, അതിനിപ്പം എന്താ പറയുക, ലൂയിസ് ഹോൾ എന്തായാലും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ന്യൂകാസിൽ ഓൾറെഡി അവരുടെ ടോപ്പ് പ്ലെയേഴ്സിനെ എല്ലാവരും വിറ്റ് കഴിഞ്ഞു, വലിയ ലാഭത്തിലൊക്കെ വിറ്റ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്കുള്ള കുറച്ച് പ്ലെയേഴ്സേ ഉള്ളൂ. അവരെയും കൂടെ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ലൈക്ക് എന്താ പറയുക, ഒരു റിലഗേഷനിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന മാനേജർ എന്താ പറയുക, കുറച്ച് പ്ലെയേഴ്സിനെ വേണം എന്ന് പറഞ്ഞതിൻ്റെ അകത്തൊരു പ്ലെയറാണ് ലൂയിസ് ഹോൾ. അപ്പോൾ ലൂയിസ് ഹോളിൽ നിന്ന് നമ്മൾ കിട്ടുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും കരുതേണ്ട കാര്യമില്ല. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലെയർ, അറ്റ്ലീസ്റ്റ് കുറച്ചൊന്ന് ഓടാൻ കഴിയുന്ന ഒക്കെ ഒരു പ്ലെയർ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പോലും അത് ഒരു മെച്ചം തന്നെയായിരിക്കും ഫ്രം ലൂക്ക് ഷോ.
പിന്നെ എടുത്ത് പറയണമെന്ന് വെച്ചാൽ റൈറ്റിൽ ഈ രണ്ട് സൈഡിൽ ഇപ്പം ഡിയോഗോ ഡാലോ ഒക്കെയാണ് അപ്പുറത്ത് കളിക്കുന്നത്. എനിക്കറിയാൻ വയ്യ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ വീക്കസ്റ്റ് ലിങ്ക് തന്നെയാണ് ഈ രണ്ട് പ്ലെയേഴ്സ്. ഏകദേശം 10ഉം 8ഉം മൊത്തത്തിൽ ലൈക്ക് ക്ലോസ് ടു 20 ഇയേഴ്സ് തമ്മിലുണ്ട് ഇവർ രണ്ടുപേരും. അപ്പം ഇത്രയും നാളായിട്ട് ലൈക്ക് സബ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് കാഴ്ചവെച്ച രണ്ട് പ്ലെയേഴ്സിനെ ഇത്രയും കാലം തീറ്റിപ്പോറ്റി കൊണ്ടു നടന്ന ഒരു ടീമാണ് യുണൈറ്റഡ്. എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഡാലോനെയൊക്കെ എടുത്ത് കളയേണ്ട സമയം എന്നേ കഴിഞ്ഞു. ഈ ആവേശ കമ്മിറ്റി ചെയർമാൻ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഓടി വന്ന ആൾക്കാരെ കെട്ടിപ്പിടിക്കുകയും ഇതൊക്കെ ചെയ്യാൻ മാത്രമേ ഡാലോയ്ക്ക് പറ്റത്തുള്ളൂ. അതല്ലാതെ ഡിഫൻസീവ് മൈൻഡ് ഇല്ല, അല്ലെങ്കിൽ ഗോൾ അടിക്കാനോ കഴിയുന്നില്ല. ഓപ്പൺ ആയിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ചാൻസസ് ഒക്കെ അടിച്ച് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ലൈക്ക് എന്താ പറയാ, ബാറിന്റെ ഒക്കെ മുകളിൽ കൂടെ കളയുന്ന ഡാലോ, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഹീ ഈസ് എന്താ പറയാ, ആവേശം, എല്ലാത്തിനും ആവേശമുണ്ട്, മുമ്പിൽ നിൽക്കും. പക്ഷേ ആവശ്യം വന്നു കഴിഞ്ഞാൽ, ടീമിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള പെർഫോമൻസും കാഴ്ചവെക്കാൻ പറ്റാത്ത പ്ലെയറാണ്. അപ്പം ഈ രണ്ട് പ്ലെയേഴ്സ് രണ്ട് ഫ്ലാങ്കിൽ ഉള്ളിടത്തോളം കാലം വി ആർ ഗോയിങ് ടു സഫർ. നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ടീം നാണം കെട്ടുപോകും. ഈ ഇപ്പം ഹൾ സിറ്റി ആയിട്ടുള്ള ഗെയിം വരുവാണ് ഓപ്പണിങ്ങിൽ. അപ്പം ഈ ഒരു ടീമായിട്ടാണ് നമ്മൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹൾ സിറ്റിയൊക്കെ അവർ റെലഗേഷൻ അല്ല, ചാമ്പ്യൻഷിപ്പിൽ നിന്നും പ്രൊമോട്ടഡ് ആയിട്ട് വന്നിട്ടുള്ള ടീമാണ്. അപ്പൊ അവര് ഒക്കെ വന്നിട്ട് പഞ്ഞിക്കിടാൻ പോവുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ദിസ് ടീം ഇസ് നോട്ട് റെഡി ഫോർ ദ പ്രീമിയർ ലീഗ്. നമുക്ക് അതനുസരിച്ചുള്ള പ്ലെയേഴ്സ് ഇല്ല. ഉള്ള പ്ലെയേഴ്സ് ഒക്കെ ആണെങ്കിലും ലൈക്ക് എത്രയോ വർഷങ്ങളോളം ഇവിടെ കിടക്കുന്ന പ്ലെയേഴ്സിനെയും കൊണ്ട് തന്നെയാണ് വീണ്ടും ആ ഒരു പഴയ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പൊ നമ്മൾ ഫോർവേഡ് നോക്കി കഴിഞ്ഞാൽ സെസ്കോ കഴിഞ്ഞ മെയ് മുതൽ പരിക്കിലാണ്. അപ്പോൾ നമുക്ക് ഒരു ഫോർവേഡ് പൊസിഷൻ ഈ ഒരു ടൂർണമെന്റിലേക്ക് പോകുമ്പോൾ, ഒരു പുതിയ സീസണിലേക്ക് പോകുമ്പോൾ ഫ്രണ്ടിലേക്ക് കളിക്കാനായിട്ടൊരു പ്ലെയർ ഇല്ല. അവിടെ നമ്മൾ മേക്ക് ഷിഫ്റ്റ് ആയിട്ട് എംബൂമനെ ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എംബൂമ കളിക്കുന്നു, അപ്പോൾ എംബൂമ സ്ട്രൈക്കറിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്ലെയർ ആസ് എ ബാക്കപ്പ് ഫോർ ദ നെക്സ്റ്റ് സീസൺ. അതിനിപ്പോൾ ഏത് പ്ലെയർ ആണെങ്കിൽ പോലും നമുക്കത് കൊണ്ടുവരാം. ഇപ്പോൾ വെൽബക്കിനെയൊക്കെ ചെൽസി കൊണ്ടുപോയി. വെൽബക്കൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഓളി വാട്കിൻസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ 40 മില്യൺ വില്ല ചോദിക്കുന്നു. അപ്പം എല്ലാത്തിനും വേണ്ടി അവസാനം വേണ്ടി കാത്തിരിക്കുകയാണ്. അവസാനം പോയിട്ട് പിന്നെ പാനിക് ബൈയിൽ ഏതെങ്കിലുമൊക്കെ ഉള്ള മൊണ്ണാളെ കൊണ്ടുവരാനായിട്ടായിരിക്കും ഇവർ ശ്രമിക്കുന്നത്. അതല്ലാതെ നമുക്കൊന്നും കാണുന്നില്ല. ഒരു സീസണിലേക്ക് പോകുമ്പോൾ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാതെ കളിക്കുന്നു. ആൻഡ് നമ്മുടെ മിഡ്ഫീൽഡ് ഇന്നലെ കണ്ടു, എന്താ പറയുക, AC മിലാനൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ കൺട്രോൾ ആ ഗെയിം കളിച്ചത്. അവർ പേസ് ഡിക്റ്റേറ്റ് ചെയ്യും ഒക്കെ ചെയ്യുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് വെച്ച് പറഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡ് പ്ലെയേഴ്സ് ദേ ഡു നോട്ട് ഹാവ് ഇനഫ് എന്താ പറയുക, ഒരു ഗെയിം കൺട്രോൾ ചെയ്യുക, ഒരു ഗെയിമിന്റെ പേസ് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ചാണ് ഒരു കളി മുമ്പോട്ട് പോകുന്നത്. ബ്രൂണോയൊക്കെ ആണെങ്കിലും ലൈക്ക് ഹാഡ് എ വെരി ടെറബിൾ ഗെയിം. കിട്ടിക്കഴിഞ്ഞാൽ ബോൾ കീപ്പ് ചെയ്യുക, പൊസിഷൻ കീപ്പ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്ത് കളിച്ച് അങ്ങനെയാണ് നമ്മളൊരു ടെമ്പോ ക്രിയേറ്റ് ചെയ്ത് ഒരു ഗെയിം കൺട്രോൾ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ എന്തെങ്കിലുമൊക്കെ അഴിച്ച് കൊടുക്കുക, എന്താ പറയുക, ലൈക്ക് എല്ലാ ബോളും അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ല കളി. എല്ലാ ബോളും കിട്ടുന്നതെല്ലാം കൂടെ അറ്റാക്കിന് പോയി കഴിഞ്ഞാൽ ലൈക്ക് അതൊന്നും പലപ്പോഴും അത് അവിടെ പോയിട്ട് അവരുടെ ഓപ്പോസിഷൻ പ്ലേയേഴ്സ് കൊണ്ട് പോകുന്ന കാഴ്ചയാണ്. ദാറ്റ് ഇസ് നോട്ട് ഹൗ യു പ്ലേ വിത്ത് എന്താ പറയുക പൊസഷൻ. നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക, ബോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്ത് വാങ്ങി എല്ലാം കളിച്ച് ഒരു പ്രോപ്പർ ഒരു പാറ്റേൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് കളിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അതൊന്നും കാണുന്നില്ല. പിന്നെ നമ്മുടെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. വി ആർ ഹാവിങ് ലൈക്ക് എന്താ പറയുക, ഡിലിറ്റ് എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഹി സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ്. പക്ഷേ ആ ഒരു പഴയ ഫോമിലേക്ക് എത്താനൊക്കെ ആണെങ്കിൽ എത്ര സമയം എടുക്കും എന്ന് അറിഞ്ഞൂടാ. ആൻഡ് ലിസാൻഡ്രോ മാർട്ടിനസ് ലൈക്ക് ആ ബെസ്റ്റ് പ്ലെയർ ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ലാക്ക് സ്പീഡ് ഇന്നലത്തെ ഗെയിമിലൊക്കെ കണ്ടില്ല. സാൻഡ്രോ മാർട്ടിനസ് ഒക്കെ തുഴഞ്ഞ് ഓടുന്നത് കണ്ടു. ആൻഡ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ലെന്നി യോറോയും എയ്ഡൻ ഹെവനാണ്. ഈ രണ്ട് പിള്ളേരെ കൊണ്ടാണ് നമ്മൾ സീസൺ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ആൻഡ് ഹാരി മെഗ്വയറിനെ ഒന്നും നമ്മളൊരു സ്റ്റാർട്ടിംഗ് ലെവലിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ഒന്നും അല്ല. ഈ എസ് എ പ്ലെയർ നമുക്ക് പിന്നീട് ഒരു സെക്കൻഡ് ഹാഫിന് ടുവേർഡ്സ് ദി എൻഡ് വന്ന് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ മാത്രമാണ്. ബിക്കോസ് ഇത്രയും വർഷമായി വി ഷുഡ് ഹാവ് മൂവ്ഡ് ഓൺ. പക്ഷെ അതൊന്നല്ല, ഇപ്പോൾ ഏതായാലും എക്സ്റ്റൻഡ് കോൺട്രാക്ട് കൊടുത്തിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. സോ ഹി കനോട്ട് ബി ആർ സ്റ്റാർട്ടിംഗ് പ്ലെയർ ഇൻ ദിസ് ലൈനപ്പ്, ഒരിക്കലും അല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വി ഡെഫിനറ്റ്ലി നീഡ് എന്താ പറയുക, സെന്റർ ബാക്ക്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ല സെന്റർ ബാക്ക് വേണമായിരുന്നു. ഈ ഫ്രീ ട്രാൻസ്ഫേഴ്സിലൊക്കെ ആണെങ്കിൽ പോലും വേറെ സെന്റർ ബാക്ക് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് പലപ്പോഴും ഉണ്ട്. പക്ഷെ അതൊന്നും നോക്കുന്നില്ല. ആൻഡ് ഐ ഡു നോട്ട് നോ ഈ മാനേജ്മെന്റ് എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ദേ ഷുഡ് ഹാവ് ലൈക്ക് ട്രൈഡ് ഫോർ പീപ്പിൾ, അറ്റ്ലീസ്റ്റ് ഫ്രീ മാർക്കറ്റ് നോക്കിയിട്ട് പ്ലേയേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, ലൈക്ക് കുറച്ച് ഇപ്പം എന്താ പറയുക, ചെൽസിയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ലെക്രോയിനെയൊക്കെ പോലത്തുള്ള ടോപ്പ് പ്ലെയേഴ്സ് കഴിഞ്ഞ സീസണിലൊക്കെ ബെസ്റ്റ് ഡിഫൻഡറൊക്കെയാണ്. അവരെയൊക്കെ കൊണ്ടുവന്ന് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ഓൾറെഡി ഹാവ് ഡിഫൻഡേഴ്സ്, അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നു. ആൻഡ് മാൻ സിറ്റി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ദേ ഓൾറെഡി ഗോട്ട് എലിയട്ട് ആൻഡർസൺ. 116 മില്യന് എലിയട്ട് ആൻഡർസനെ കൊണ്ടുവരുന്നു. പിന്നെ അതിനുശേഷം കാണുന്ന പറഞ്ഞാൽ എൻസോ ഫെർണാണ്ടസിനെ ഏകദേശം 120 മില്യന് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു. പിന്നെ ബുവാദിനെയും 100 മില്യൺ കൊണ്ടുവരുന്നു.
ഒരു സീസണിൽ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ 300+ മില്യൺ മിഡ്ഫീൽഡേഴ്സിനെ മാത്രമാണ് അവർ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലൈക്ക് ഇതും മാന്യു ആയിട്ടുള്ള ഡിഫറൻസ്. നമ്മളെന്ന് പറഞ്ഞാൽ സാന്റോസിന് 50 മില്യൺ കൊണ്ടുവന്നു, പിന്നെ 35 മില്യൺ ടീലമെൻസ്. ദേ ആർ ഗുഡ് പ്ലേയേഴ്സ് ഡെഫിനറ്റ്ലി. പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് എലീറ്റ് ക്ലാസ് ഒന്നും അല്ല. ആൻഡ് ക്വാളിറ്റി ഉണ്ട് ഇവർക്ക്. എന്താ പറയുക, സാന്റോസിന്റെയും ഒക്കെ ഇവരുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ്, അത്രയും വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും അല്ല. ബട്ട് ഐ എം സാറ്റിസ്ഫൈഡ്. പക്ഷെ അത് പോരാ. വി നീഡ് എ പ്രോപ്പർ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ നമുക്ക് കിട്ടിയേ പറ്റൂ. ഇപ്പം ബലേബയുടെ കാര്യം പറഞ്ഞു, 100 മില്യൺ ഉണ്ടായിരുന്ന ബലേബ ഇപ്പം ഓൾമോസ്റ്റ് ലൈക്ക് 40-50 മില്യൺ ആ റേഞ്ചിൽ നിന്നിട്ടാണ് ഇപ്പം ന്യൂ കാസിൽ നോക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെയാണ് ആ ഒരു പ്ലെയറിനെ നമുക്ക് എന്താ പറയുക മിസ്സായി പോയത്? അല്ലെങ്കിൽ ലൈക്ക് വി ഷുഡ് ഗെറ്റും അല്ലേ. നമുക്ക് 100 കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. ഈ പ്ലെയറിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മതി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. ആൻഡ് വി ഹാവ് നോട്ട് ഗോൺ ഫോർ സച്ച് എ പ്ലെയർ. ആ ഒരു പ്ലെയർ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൻ എഡിഷൻ. കാരണം എക്സൈറ്റിംഗ് പ്ലെയർ, നല്ല ഫിസിക്കാലിറ്റിയും പവറും സ്റ്റാമിനയും എഞ്ചിനും എല്ലാം ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ ബലേബ. അപ്പോൾ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ള പരിചയവും എല്ലാം ഉണ്ട്. സോ ബലേബനെ ഞാൻ കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ചുവമിനിയും കമവിംഗ ഇതേപോലത്തെ ഉള്ള പ്ലേയേഴ്സിൻ്റെ ഒരു കാറ്റഗറിയിലാണ് ബലേബ വരുന്നത്. സോ വിത്ത് എക്സ്പീരിയൻസ് 1-2 സീസണിൽ കളിച്ചു വരുമ്പം ഹി വിൽ ഡെഫിനറ്റ്ലി ടേൺ ഔട്ട് ടു ബി ആൻ എക്സലന്റ് പ്ലെയർ. അപ്പം ഇനിയുള്ള ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കുറച്ചൊരു എബവ് ക്ലാസ്സിൽ കളിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബലേബ മാത്രമേ ഉള്ളൂ ആ ഒരു മിഡിൽ കൊണ്ടുവരാൻ പറ്റുന്ന. അതല്ലാതെ വേറെ പ്ലെയേഴ്സ് ഒന്നും ഇല്ല. ബാക്കി എല്ലാവരെയും കൊണ്ടുപോയി, ഏറ്റവും ടോപ്പ് പ്ലെയേഴ്സിനെയൊക്കെ ഓരോ ടീം കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലതാണ്. ലൈക്ക് വി ആർ നോട്ട് റെഡി ഫോർ ദ സീസൺ. ഇങ്ങനത്തെ ഒരു സബ്സ്റ്റാൻഡേർഡ് ഒരു സ്ക്വാഡ്, ഞാൻ ടീമിനെ കുറിച്ചല്ല പറയുന്നത്, സ്ക്വാഡ് ആസ് എ ഹോൾ. കാരണം നമ്മൾ വെനസ്ഡേയ്സ് കളിക്കും, ഇനി പിന്നെ വീക്കെൻഡ്സ് കളിക്കും, 2 ഗെയിം വീക്കിൽ വരുന്ന ഇതുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്വാഡുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ 1-2 പ്ലേയേഴ്സിന് പരിക്കുമായിട്ട് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അധോഗതിയാണ്. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക നാണം കെടും. ആൾക്കാരുടെ മുമ്പിൽ അല്ലെങ്കിൽ വലിയ ക്ലബ്ബുകളുടെ മുമ്പിലൊക്കെ നാണം കെട്ട് കളി അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ലൈക്ക് ഐ ടോട്ടലി ഫീൽ ദാറ്റ് ഇനിയോസ് ദേ ഹാവ് ഡിസപ്പോയിന്റഡ് കാരിക്. ഇനിയും ട്രാൻസ്ഫർ ബാക്കിയുണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും ഇങ്ങനെ അല്ല. ലൈക്ക് ദേ ഹാവ് ടു ലൈക്ക് ഡു മോർ. ഇപ്പോൾ പ്ലേയേഴ്സിനെ കൊണ്ടുവരാനായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും പറയപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല. വൈ? എന്തുകൊണ്ടാണ് പ്രോപ്പറായിട്ട് നമുക്കൊരു സെയിൽസ് നടത്താൻ പറ്റാത്തത്? ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ പോലും വെള്ളം വിൽക്കാൻ കഴിയാത്ത മൊണ്ണകളാണ് നമ്മുടെ മാനേജ്മെന്റ്. ഇത്രയധികം പ്ലേയേഴ്സിന് ഇപ്പം ലൂക്ഷനൊക്കെ നേരത്തെ കളയേണ്ടതായിരുന്നു. ഇപ്പം എന്താ പറയുക, അതേണക്കത്തെ പ്ലേയേഴ്സ് ഉണ്ട്. സെർക്സിയൊക്കെ ആണെങ്കിൽ പോകാനായിട്ടുള്ള ഇതിൽ നിൽക്കുകയാണ്. ഇത്രയും നാളും ലൈക്ക് വി ആർ അൺഎബിൾ ടു മേക്ക് പ്രോപ്പർ സെയിൽസ്. ഏറ്റവും കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ 5 മില്യൺ 6 മില്യനൊക്കെ ഓരോ പ്ലേയേഴ്സിനെ കൊടുത്തത്. ഇപ്പോൾ റാഡക് വിറ്റക്കിനെയൊക്കെ പോലത്തുള്ള പ്ലേയേഴ്സിനെയൊക്കെ സെല്ല് ചെയ്തതാണ് വലിയ കാര്യം. അതും എന്തുവാ തൂക്കി വിറ്റു. നല്ല ടാലന്റഡ് ഉള്ള പ്ലേയേഴ്സിന് 5-6 മില്യന് കൊടുത്ത് വിട്ടതാണ് ഇവർ ചെയ്തിട്ടുള്ള കാര്യം. അല്ലാതെ ഒരു പ്രോപ്പർ സെയിൽസ് നടത്താൻ പോലും അറിയാത്ത മൊണ്ണകളാണ് ഈ മാനേജ്മെന്റിൽ ഇരിക്കുന്നത്. അങ്ങനെ ലൈക്ക് ഇത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് എന്താ ഇപ്പം ചാമ്പ്യൻസ് ലീഗിലേക്ക് ഒരു ടീമിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ലൈക്ക് ദേ ആർ എ ടോട്ടലി ഡിസപ്പോയിൻമെന്റ്. ഇപ്പം കാരിക്കിനെ പോലെ ഒരു മാനേജർ വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു കാരിക്ക് ഒരു യെസ് മാൻ ആണ്. ഈ മാന്യൂൺ എന്നുള്ള ഒരു വലിയ ടീമിനെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, കാരിക്ക് ഇവർ പറയുന്നതെല്ലാം കേൾക്കും. അല്ലാതെ എതിർത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും പറയത്തില്ല. ഇപ്പം ടോട്ടൻഹാമിന് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അത് തന്നെയാണ്. ഡിസർബി ടീം ഏറ്റെടുക്കുകയാണെങ്കിൽ ഡിസർബി പറഞ്ഞ കാര്യം എന്നല്ല, ഐ വാണ്ട് പ്ലെയേഴ്സ്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരാനായിട്ട് പറ്റുവാണെങ്കിൽ മാത്രമേ ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കത്തുള്ളൂ പറഞ്ഞു. ആൻഡ് ടോട്ടൻഹാം അത് വഴങ്ങി. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന ടോട്ടൻഹാം. അവരുടെ പ്രീ സീസണിലൊക്കെ നല്ല ബെസ്റ്റ് ഗെയിമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദേ ആർ പ്രിപ്പയർഡ്. ടൊണാലിയും ഫെർണാണ്ടസും പിന്നെ അതേപോലത്തുള്ള ടോപ്പ് പ്ലെയേഴ്സിനെ എല്ലാം അവർ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് സ്ട്രെങ്തൻ ചെയ്തു. അവരുടെ ബാക്ക് ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ ടോട്ടലി സ്ട്രോങ് ടീം. പിന്നെ എന്താ പറയുക, എനിക്കൊന്ന് അവർ മേ ബി ഒരു സ്ട്രൈക്കറിനെ കൂടെ കൊണ്ടുവരുമായിരിക്കും. ബട്ട് റൈറ്റ് നൗ അവർ കാണുന്നതെന്ന് വെച്ചാൽ വെരി സ്ട്രോങ് ടീം. ഒരു 4th പ്ലേസിൻ്റെ അകത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമുമായിട്ടാണ് ടോട്ടൻഹാം ഇവിടെ വരുന്നത്. ആ സമയത്ത് ഇവിടെ കാരിക്കിൻ എന്ന് പറഞ്ഞാൽ തല കുനിഞ്ഞിട്ട് കുമ്പിട്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ പറയുന്നത് കേട്ടിട്ട് ഓ അംബ്ര ഞാൻ പറയുന്നത് കേട്ടോളാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കാരിക്കിനെയാണ് നമുക്ക് കാണുന്നത്. കാരണം ഇതേപോലത്തുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോച്ചുമാരെ കൊണ്ടുവന്ന് ചേർന്നാൽ ലൈക്ക് അവർക്ക് ഒരു ലെവൽ എത്രയേ ഉള്ളൂ, എത്രയും ലെവലിലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഡിമാൻഡ് ചെയ്തിട്ട് അങ്ങ് വിടും, മറ്റവർ തീരുമാനിക്കും. അതല്ലാതെ പ്രോപ്പർ സ്റ്റേൺ ആയിട്ടുള്ള മാനേജേഴ്സ് ലൈക്ക് ഡിസർബി വന്നിട്ട് പറയും ഇതാണെങ്കിൽ നടക്കാം, ഇതാണെങ്കിൽ എനിക്ക് ചെയ്തു തന്നാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് വേണ്ടുന്ന പ്രോപ്പർ പ്ലെയേഴ്സിനെ അവർ കൊണ്ടുവന്നു. ആൻഡ് ദേ ഹാവ് സ്ട്രെങ്തൻ. ഇവിടെ ചാമ്പ്യൻസ് ലീഗ് കിട്ടിയിട്ട് പോലും എന്താ പറയുക പ്രോപ്പറായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റാത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ ലൈക്ക് ഐ ആം വെരി ഡിസപ്പോയിന്റഡ് വിത്ത് ഈ ടീംസ് പെർഫോമൻസ്. അത് തന്നെയാണ് പറയുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ വി ആർ നോട്ട് റെഡി അറ്റ് ഓൾ. ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ വളരെയധികം ഡിസപ്പോയിന്റഡ് ആണ്. ഈ ഒരു ഗെയിം സിമിലായിട്ടുള്ള ഗെയിം തോറ്റത് മാത്രമല്ല, പെർഫോമൻസ് ഞാൻ പറഞ്ഞതുപോലെ പെർഫോമൻസ്. ആൻഡ് ഇനിയുള്ള സമയത്തിനുള്ളിൽ പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്ഫർ വന്നില്ലെങ്കിൽ നമ്മൾ
പല എന്താ പറയുക നോക്കൗട്ട് ടൂർണമെന്റ്സിന്റെ ഏർലി സ്റ്റേജസിൽ വരെ പുറത്ത് പോകുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. സോ എന്താ നിങ്ങളുടെ അഭിപ്രായം? ലൈക്ക് വിത്ത് ദ ട്രാൻസ്ഫർ നമ്മുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ലൈക്ക് മോർ ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ ഇനിയോസ് അവർ കൂടുതൽ ട്രാൻസ്ഫേഴ്സ് കൊണ്ടുവരുമോ, അല്ലെങ്കിൽ എന്തുവാണെന്ന് വെച്ചാൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ ഇടുക. ഓക്കെ, സോ നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.